UDF സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിക്കെതിരായ പൊതുതാൽപര്യ ഹർജിയിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. വാക്കു പാലിച്ചതായി കണ്ടുകൂടെ എന്ന് കോടതി ഹർജിക്കാരനോട് ചോദിച്ചു. ഹർജി വിധി പറയാൻ മാറ്റി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ. UDF സർക്കാർ വലിയ അഭിമാനത്തോടെ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു, അല്ലെങ്കിൽ അത് അവതരിപ്പിച്ചു, അത് നടപ്പാക്കുകയും ചെയ്തു. അതിനെതിരെയാണ് ഒരു ഹർജി, പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിലേക്ക് വന്നത്. ഇത് തീർത്തും ഭരണഘടനയ്ക്കെതിരാണെന്നും വിവേചനപരമാണെന്നും പുരുഷനെയും സ്ത്രീയെയും ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വേർതിരിച്ച് കാണുന്നത് ശരിയല്ല എന്നും യാതൊരു തരത്തിലുള്ള സാമൂഹ്യ ആഘാത പഠനങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക ആഘാത പഠനങ്ങളോ നടത്താതെയാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കിയതെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നടപ്പാക്കിയെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഹർജിയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. ആ ഘട്ടത്തിൽ കോടതി ചോദിച്ചത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണെങ്കിലും അത് നടപ്പാക്കിയതായി കണ്ടുകൂടെ, ഇത് അത്തരത്തിൽ ഈ പദ്ധതി പെട്ടെന്ന് അങ്ങനെ പൂർണ്ണമായും നിർത്താൻ എങ്ങനെ സാധിക്കുമെന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി AG നേരിട്ട് ഹാജരായിരുന്നു. ഇതൊരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ്. നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിലൊക്കെ, കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത് കേവലം സ്ത്രീകൾ, അതായത് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ആണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കുന്നത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഈ പദ്ധതിയുടെ മെറിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിപ്പോൾ വിധി പറയാൻ വേണ്ടി മാറ്റിയിട്ടുള്ളത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.